നമസ്കാരം. സുജി കുഴുമ്പിലാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ട്രെയിനിൻ്റെ എൻജിൻ എങ്ങനെയാണ് മെയിൻ ട്രെയിനിൻ്റെ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ കാഴ്ച. അപ്പോൾ ആ കാഴ്ച ആണ് പകർത്തിയിരിക്കുന്നത്. അപ്പോൾ മിക്ക ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ചില ആളുകൾ കാണാൻ സാധ്യതയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. കണ്ടവർ ദയവായി ക്ഷമിക്കുക, കാണാത്തവർ കാണട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോകാം. തീവണ്ടി വന്ന കാലം മുതൽക്കേ മനുഷ്യന് ഇതൊരു അത്ഭുത വാഹനമാണ്. ആദ്യകാലങ്ങളിൽ സാധാരണക്കാർ ഭയം കൊണ്ട് ഈ വാഹനത്തിൽ കയറിയിരുന്നു പോലുമില്ല. ഇതിന്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് എന്നും പിടികിട്ടാത്ത ഒരു സമസ്യയായി തുടരുകയും ചെയ്യുന്നു. വലിയൊരു പാമ്പിനെ പോലെ നമ്മുടെ മുന്നിലൂടെ പാഞ്ഞു പോകുന്ന ഒരു ഭീമൻ, ഭീമാകാരനായ ഒരു എൻജിൻ നിരവധി ബോഗികളെ വലിച്ചുകൊണ്ടുപോകുന്നു. വിസ്മയകരമായ കാഴ്ച. റെയിൽവേയുടെ ചില പ്രവർത്തനങ്ങളിൽ ഒന്നായ ഷണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. എന്താണ് ഷണ്ടിങ്? നമുക്ക് പരിശോധിക്കാം. എവിടെയൊക്കെ വെച്ചാണ്, ഏതൊക്കെ സ്റ്റേഷനിൽ വെച്ചാണ് ഈ പ്രവർത്തനം നടക്കുക? ആരാണ് ഇത് ചെയ്യുന്നത്? ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഒരു ട്രെയിനിന്റെ എൻജിനാണ് നമ്മൾ കാണുന്നത്, അഥവാ ഇതിനെ ലോക്കോമോട്ടീവ് എന്ന് വിളിക്കുന്നു. ഈ എൻജിൻ പലപ്പോഴും ട്രെയിനിന്റെ ഒരു അറ്റത്തു നിന്നും എതിർ അറ്റത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതുപോലുള്ള AC കോച്ചുകൾ ചിലപ്പോൾ കൂട്ടിച്ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചില സന്ദർഭങ്ങളിൽ വരേണ്ടി വരും. ഷണ്ടിങ് എന്ന പദം കൊണ്ട് റെയിൽവേയിൽ ഉദ്ദേശിക്കുന്നത് ഒരു എൻജിൻ അഥവാ ലോക്കോമോട്ടീവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഗികളെയോ സ്റ്റേഷന്റെ ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് ചലിപ്പിക്കുന്ന പ്രവർത്തനത്തെയാണ് ഷണ്ടിങ് എന്ന പദം കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും മെയിൻ സ്റ്റേഷനുകളിലാണ് ഇത് നടക്കാറുള്ളത്. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഷണ്ടിങ് നടക്കുന്ന ആ പ്രവർത്തനമാണ്. അപ്പോൾ ഷണ്ടിങ്ങിനായി ഒരു എൻജിൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരികയാണ്. എൻജിൻ എന്നല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ പേര്, ഇതിനെ ലോക്കോമോട്ടീവ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ സാധാരണക്കാർക്ക് ഇത് എൻജിനാണ്. അങ്ങനെ ഈ ലോക്കോമോട്ടീവ് വന്ന് ഇതിന്റെ അടുത്ത് നിന്നു. അതിനുശേഷം കുറച്ച് ജീവനക്കാർ ഇതിന്റെ ഗ്ലൈഡറുകൾ, വലിയ കൊളുത്ത് എല്ലാം ശരിയാക്കും. അതെല്ലാം കൃത്യമാക്കി വെക്കും. ഒരാൾ ചുവന്ന കൊടിയും പച്ചക്കൊടിയുമായി അവിടെ നിൽക്കുന്നതും കാണാം, ഒരു ജീവനക്കാരൻ. അപ്പോൾ ലോക്കോമോട്ടീവ് ഇതിലേക്ക് അടുപ്പിക്കുകയാണ്. അടുത്തു വന്ന് നിന്നു കഴിഞ്ഞു. ഇപ്പോൾ ശക്തമായ രീതിയിൽ വന്ന് അടുത്തിരിക്കുന്നു. പക്ഷേ അത് സക്സസ് ആയില്ല എന്നാണ് അവിടെ നിൽക്കുന്ന ജീവനക്കാരൻ ചുവന്ന കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് വീണ്ടും അത് ആ ലോക്കോമോട്ടീവ് പുറകോട്ടെടുത്തിട്ട് വീണ്ടും യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവിടെ കൊടി, പച്ചക്കൊടിയും ചുവന്ന കൊടിയും കാണാം. വീണ്ടും ശ്രമിക്കുകയാണ്, വീണ്ടും ശ്രമിക്കുന്നു. പക്ഷേ അതും സക്സസ് അല്ല. വീണ്ടും പുറകോട്ട് എടുക്കണം, എൻജിൻ അഥവാ ലോക്കോമോട്ടീവ് പുറകോട്ട് എടുക്കണം എന്നാണ് ആ ജീവനക്കാരൻ പറയുന്നത്. ഇതിന്റെ സൂപ്പർവൈസറും ഇത് നോക്കി നിൽക്കുന്നുണ്ട്. ഇതിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ലോക്കോമോട്ടീവ് ഒരു ശ്രമം കൂടെ നടത്തുകയാണ്. അത് സക്സസ് ആയി എന്ന് കൊടിവീശി, പച്ചക്കൊടി വീശി കാണിക്കുന്നു. സംഭവം സക്സസ്. അങ്ങനെ ലോക്കോമോട്ടീവ് ട്രെയിനിന്റെ മെയിൻ ഭാഗവുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ട്രെയിനിന്റെ ഈ ലോക്കോമോട്ടീവിന് രണ്ട് ഭാഗവും ഒരേപോലാണ്. രണ്ട് ഭാഗത്തേക്കും വലിക്കുകയും തള്ളുകയും ചെയ്യാനുള്ള സൗകര്യമുണ്ട്.
പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രെയിനിന്റെ മറ്റ് ബോഗി ഭാഗങ്ങൾ മാറ്റുന്ന ഒരു ദൃശ്യം എനിക്ക് കിട്ടിയില്ല. പക്ഷെ അങ്ങനെ നടക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ പിന്നെ എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം. തീവണ്ടിയെക്കുറിച്ചുള്ള അറിവുകൾ വളരെ രസകരമാണ്. ഈ സമയത്ത് ഒരു വന്ദേ ഭാരത് ട്രെയിൻ കടന്നു വരുന്നുണ്ട്. ഈ ട്രെയിന് ഷണ്ടിങ് എന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. കാരണം ഇതിന്റെ രണ്ട് ഭാഗത്തും എഞ്ചിൻ ഉള്ളതുകൊണ്ട് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ട്രെയിനിന്റെ എഞ്ചിൻ ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ ഷണ്ടിങ് എന്നാണ് പൊതുവെ പറയുന്നത്. ഒരു തലക്കിൽ നിന്ന് അപ്പുറത്തെ തലക്കിലേക്ക് മറ്റൊരു പാളത്തിലൂടെ പോയിട്ട് ഇങ്ങനെ ഘടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ കുറച്ച് സമയമുണ്ടെങ്കിൽ സ്റ്റേഷൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും തന്നെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത് മെയിൻ റെയിൽവേ സ്റ്റേഷനുകളിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.